ഹലോ നമസ്കാരം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു ഹാപ്പി ന്യൂ ഇയർ. ഇന്നിപ്പോൾ 2024 ഡിസംബർ 31 തീയതിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ നിലാ ഫാമിലെ പടുതാക്കുളാണിത്. ഇവിടെ നമ്മൾ വിളവെടുക്കുമ്പോൾ മത്സ്യങ്ങൾ നമുക്ക് വിൽക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വളരാത്ത മത്സ്യങ്ങളുണ്ടാവും, ചെറുത്. അതിന് നമ്മൾ സെപ്പറേറ്റ് ഒരു പോണ്ടിലേക്ക് ആക്കും. ഓക്കെ, അതിനെ പിടിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കുന്ന വീഡിയോ ആണ്, ഒരു കുഞ്ഞു വീഡിയോ. ഓക്കെ, കമോൺ. ഓക്കെ, ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ആ ചെറിയ പോണ്ട്. നമ്മുടെ വലിയ പടുതാക്കുളത്തുനിന്ന് പിടിക്കുന്ന കുഞ്ഞു മീനുകൾ, വളരാത്ത മീനുകൾ നമ്മൾ ഇതിലാണ് കൊടുന്നിടുക. ഓക്കെ, അതൊന്നും നമ്മൾ പിടിക്കാൻ പോവാണ്. ഓക്കെ, കഴിഞ്ഞ വർഷം നമ്മൾ വാളയാണ് ചെയ്തിരുന്നത്. കുറച്ച് വാളയാണ് നമ്മളിതിൽ കൊടുത്തിട്ടിരുന്നത്, കുറേയൊക്കെ പിടിച്ച്. അപ്പോൾ നമുക്കൊന്ന് ഇറങ്ങി നോക്കാം, ഇതിൽ എന്തൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. ഓക്കെ, ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഴമില്ല, ഈ പോണ്ട് ആഴില്ലാത്ത കാരണേ മീന് നല്ലോണം ഉണ്ട്. വലിയ മീൻ കണ്ടില്ലേ, ഉണ്ടാവും. പക്ഷികളൊക്കെ നിറയെ വരും, അവര് നമ്മുടെ മീനൊക്കെ കൊണ്ടുപോകും. അത് കാരണം നമ്മളതൊരു നമ്മുടേതായിട്ടുള്ള ഒരു ടെക്നിക്കിൽ ആണ് ഇതിലിട്ട്. കഴിഞ്ഞ വർഷം അതിന്റെ മുന്നത്തെ വർഷം നമ്മൾ ആസാം വാളയാണ് ഇട്ടിരുന്നത്. കോരി വെക്കാം, ആരാണ് ഭാഗ്യവന്മാർ നോക്കാം. നമ്മൾ വാളേനെ പിടിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ പിടിക്കണം കേട്ടോ. ഇതിൻ്റെ രണ്ട് അറ്റത്തുള്ള ഈ കൊമ്പുണ്ടല്ലോ, കുത്തിക്കഴിഞ്ഞാലേ സ്വർഗം കാണും. അത്രയും പവറുള്ള സാധനം, നല്ല കടച്ചില്ല. അപ്പോൾ എപ്പോഴും സൂക്ഷിച്ച് പിടിക്കണം. ആസാം വാളയെ വെച്ചിട്ട് ഓമനിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയും ഉണ്ടാവില്ല. ഓക്കെ, ഇതിപ്പോൾ കോരുവലക്കൊന്നും പറ്റുന്നില്ല. നമുക്കൊന്ന് കുറച്ച് വെള്ളം മുക്കി വറ്റിക്കാം. നന്നായിട്ട് മത്സ്യക്കുഞ്ഞുങ്ങളെ പിടിക്കും. ഉദാഹരണം ഇപ്പോൾ അവിടെ ചാടി ഇതാണ് നമ്മൾ പറഞ്ഞ സിലോപ്പി. ഇവിടെ നമ്മുടെ നാട്ടിൽ ചക്കപ്പോണ്ടെന്നൊക്കെ പറയും. നമ്മുടെ ബോണ്ട് വെച്ചാലായിട്ടാ ഞാൻ പ്രതീക്ഷിച്ച ഒരു 5-8 മീനൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ്. മീനൊക്കെ അത്യാവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഒക്കെ വറ്റിയിട്ടുണ്ട്. നമുക്ക് വാളനഞ്ഞി പെറുക്കി എടുക്കാം. നല്ല കൈ ഇങ്ങനെ കൊണ്ടുപോവുക, ഒറ്റപ്പിടിക്കാം, ഇങ്ങനെ പിടിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് കട കിട്ടും. ഓക്കെ, ഇത് സേഫാണ്. പിന്നെ തല നമ്മളെ കയ്യിലുണ്ട്, കൊമ്പ് പുറത്താണ്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മുടെ മീൻ പിടുത്തം കഴിഞ്ഞു. നമുക്കൊരു കൊട്ട നിറച്ച് വാള കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നന്നാക്കി പൊള്ളിക്കാം, അടിപൊളിയായിട്ട് ചുട്ടെടുക്കാം. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്യാം. നന്നായി ക്ലീൻ ചെയ്ത് പിന്നെ കട്ട് ചെയ്ത് നന്നായി വരഞ്ഞ് മസാലക്ക് പുരട്ടി പൊള്ളിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് ഈ 2 വാളയും നമുക്കിന്ന് പൊള്ളിച്ചെടുക്കാം. ആദ്യമായിട്ട് നമുക്കിതൊന്ന് നന്നായി വാഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മീനങ്ങനെ നന്നായി വരഞ്ഞെടുക്കാം. മസാല നന്നായി തേച്ച് പിടിപ്പിക്കുക. ഇതുപോലെ ഓക്കെ, ഇത് നമ്മളൊരു കോയിൽ പേപ്പറിൽ വെച്ച് നന്നായി ചുറ്റിയെടുക്കണം. അപ്പോൾ കനലൊക്കെ സൂപ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സെറ്റാക്കി വെച്ചെടുക്കാം. ഓക്കെ, അവിടെ നിന്ന് വേട്ടെ. അപ്പോൾ നമ്മുടെ വാള നന്നായി പൊള്ളിച്ച് സൂപ്പറായിട്ടുണ്ട്. പൊളിച്ച് വെക്കാം.
നല്ല മണട്ടോ. സൂപ്പർ, നല്ല മണം. അതുകൊണ്ട് നല്ല ഉണ്ടെന്ന് കേട്ടോ അവിടെയൊക്കെ. പൊന്നെ, നമുക്ക് വാള മാത്രമല്ല എല്ലാ മീനും ഇങ്ങനെ ചെയ്യാം കേട്ടോ. എല്ലാ മീനും ഇങ്ങനെ ചെയ്യാം. ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാതെ ഒന്നും ഓലൊന്നും ഇല്ലാതെ പൊളിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കാരണം എന്താ പറയുക, നല്ല ടേസ്റ്റ് തോന്നുന്നില്ല, തിന്ന് തീർക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. കാണുന്നവരെ എല്ലാവർക്കും സൂപ്പർ.